പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിലെ നാശനഷ്ടങ്ങളിൽ നഷ്ടപരിഹാരം ഈടാക്കാൻ ഉത്തരവിടാമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാര തുക കെട്ടിവെച്ചേ ജാമ്യം നൽകാവൂ എന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ മജിസ്ട്രേറ്റ് കോടതികൾക്കും നിർദ്ദേശം നൽകും. MS അനീഷ് കുമാർ ഹൈക്കോടതിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അനീഷ്, സംഘടനയുടെ നേതാക്കൾക്ക് ജാമ്യം അനുവദിക്കണമെങ്കിൽ പൂർണ്ണമായ നഷ്ടപരിഹാരം, സ്വകാര്യ വ്യക്തികൾക്ക് ഏറ്റ അസൗകര്യത്തിന്, പരിക്കുകൾക്ക് എല്ലാത്തിനും ചേർത്തുകൊണ്ടൊരു നഷ്ടപരിഹാരം കെട്ടിവെച്ച ശേഷമേ എന്ന് തന്നെയുള്ളൊരു നിർദ്ദേശമാണോ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? അപർണ, വളരെ കർശനമായ നടപടികളാണ് പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിന് നേരെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സംസ്ഥാനത്ത് 7 ദിവസത്തെ നോട്ടീസ് നൽകിയ ശേഷം മാത്രമേ ഹർത്താൽ നടത്തൂ, മിന്നൽ ഹർത്താലുകൾ അനുവദിക്കാനാവില്ല എന്ന കൃത്യമായ കോടതി ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവിന്റെ ലംഘനമാണ് പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ ഉണ്ടായതെന്ന് കോടതി വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധ ഹർത്താൽ എന്നാണ് കോടതി ഈ ഹർത്താലിനെ കുറിച്ച് പറയുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നഷ്ടപരിഹാര തുക കെട്ടിവെച്ച ശേഷം മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹർത്താലുമായി ബന്ധപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾക്ക് ജാമ്യം നൽകാവൂ എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാ മജിസ്ട്രേറ്റ് കോടതികൾക്കും നിർദ്ദേശം നൽകുമെന്നും ഞാൻ തിരികെ എത്താം. അനീഷ, അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, നഷ്ടപരിഹാര തുക മുഴുവൻ കെട്ടിവെച്ച ശേഷം മതി ജാമ്യം എന്നുള്ള ഒരു സുപ്രധാന ഒരു വിധി, അത് അങ്ങനെ തന്നെയാണോ? അല്ലെങ്കിൽ സുപ്രധാന ഒരു പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരും കാലങ്ങളിൽ രാഷ്ട്രീയ കേരളം പോലും അത്രയധികം ശ്രദ്ധിക്കേണ്ട രീതിയിലേക്കുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു പരാമർശം അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇതിപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനൊരു വിധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അത് കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് ഹർത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ സമുദായ സംഘടനകൾക്കും ഉള്ളൊരു താക്കീതായിട്ട് വേണം കണക്കാക്കാൻ. ഹർത്താൽ നടത്താനും പ്രതിഷേധിക്കാനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ടാകരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഇടതുപക്ഷ പാർട്ടികളും അതുപോലെ BJPയും അപൂർവമായിട്ടാണെങ്കിലും കോൺഗ്രസും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളും ഒക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണെങ്കിലും യാതൊരു കാരണവും ഇല്ലാഞ്ഞിട്ടാണെങ്കിലും ഹർത്താലുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് എല്ലായ്പ്പോഴും ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലാണ്, പ്രത്യേകിച്ച് പൊതുമുതൽ നശിപ്പിക്കുന്ന രീതിയിലാണ്. ഇപ്പൊ KSRTC വലിയ നഷ്ടത്തിലാണ്. ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ കൂടി പോകുമ്പോൾ ഈ KSRTC ബസ്സുകൾ എറിഞ്ഞു തകർച്ച് അതിലെ ജീവനക്കാർക്ക് പരിക്കേൽപ്പിച്ച് യാത്രക്കാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പൊതുമുതൽ മാത്രമല്ല, സ്വകാര്യ മുതൽ നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഇതിന് കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് വന്നാൽ പിന്നീട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമത് ആലോചിക്കും. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തിയ ഹർത്താൽ നമുക്കറിയാം. അവരുടെ ഏതാനും നേതാക്കന്മാരെ കേന്ദ്ര അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിൽ അവർക്ക് പ്രതിഷേധമുണ്ട്, അവർക്ക് പ്രതിഷേധിക്കാം, യാതൊരു തകരാറുമില്ല. പക്ഷേ അത് ജനത്തിന്റെ നെഞ്ചത്ത് കയറിക്കൊണ്ടും അല്ലെങ്കിൽ KSRTC ബസ് എറിഞ്ഞു തകർത്തുകൊണ്ടും ആകാൻ പാടില്ല, പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടാകാൻ പാടില്ല. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട്. പോലീസ് ഇത് കണ്ട് കൈകെട്ടി നിസ്സംഗരായി നിന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം എന്ന ഒരു സ്ഥിതി അതുകൊണ്ടുണ്ടായി. അപ്പോൾ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള മാന്യ വ്യക്തികൾ സംഖ്യ കെട്ടിവെച്ചതിന് ശേഷം മാത്രം ജാമ്യത്തിൽ പോവുക എന്ന് വന്നാൽ അത് സ്വാഭാവികമായിട്ടും അടുത്ത പ്രാവശ്യത്തേക്ക് അതൊരു മുന്നറിയിപ്പായിരിക്കും. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് മാത്രമല്ല, ഇതുപോലെയുള്ള അക്രമ ഹർത്താലുകൾ നടന്ന എല്ലാവർക്കും ഒരു താക്കീതായിട്ട് അത് മാറും. ശ്രീ ജയശങ്കർ, രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ബന്ദാണെങ്കിലും ബന്ധുണ്ടായിരുന്ന കാലത്തും ഹർത്താലിന്റെ വിഷയത്തിലും എല്ലാം എടുക്കുന്ന നിലപാട് പലപ്പോഴും ഏക നിലപാട് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാകുമെന്ന് തോന്നുന്നു താങ്കൾക്ക്? അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനെ ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാലാകാലങ്ങളിൽ ഓരോ പാർട്ടികളും ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് ഹർത്താൽ നടത്തുക എന്ന് പറഞ്ഞാൽ പൊതുമുതൽ നശിപ്പിക്കുക എന്ന ഒരർത്ഥം ഇപ്പുണ്ട്. ആ അർത്ഥം ഇനി മേലിൽ ഉണ്ടാകുകയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ കോടതി നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് നിയമമുണ്ട്. ഈ പൊതുമുതൽ നശിപ്പിക്കൽ ആ നിയമം ഇതിൽ ചുമത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പണം കെട്ടിവെക്കാനുള്ള ബാധ്യത അവർക്കുണ്ടാകും. അത് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് കർശന നിർദ്ദേശം കൂടി വന്നിരിക്കും. അപ്പോൾ പോലീസുകാർക്കാണെങ്കിലും മജിസ്ട്രേറ്റുമാർക്കാണെങ്കിലും ഈ വ്യവസ്ഥ കണ്ടില്ല എന്ന് വെച്ചാൽ പറ്റുകയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടില് ഹൃദയലാവണ്യമുള്ള പല മജിസ്ട്രേറ്റുമാരും ഈ വ്യവസ്ഥ വേണ്ട രീതിയിൽ പരിഗണിക്കാതെയാണ് പലർക്കും ജാമ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മേലിൽ അത് സാധിക്കുകയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.